വരുന്ന 17-ാം തീയതി ഒരു സർവകക്ഷി സമ്മേളനം നടക്കുന്നു. അതിൽ മതമേലധ്യക്ഷന്മാരും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് അറിയില്ല. മതവിഭാഗങ്ങളിൽ തന്നെ വിവിധ വിഭാഗീയത ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും നേതാക്കന്മാരെ വിളിച്ചിട്ടൊന്ന് ഒരു എന്താ പറയുക ദൂര സിദ്ധാന്തം നടപ്പിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ ഉദ്ദേശം നല്ലതാണ്. ഏതായാലും പിണറായി സഖാവ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. വെറുതെ ട്രോളുന്നതല്ല, ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് തന്നെ പറയണം. പക്ഷെ ഇത് വൈകിപ്പോയി എന്നൊരു അഭിപ്രായമുണ്ട്. ഈ ഭരണത്തിന്റെ തുടർഭരണം കിട്ടി അവസാന നാളുകളിലാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് എന്ന ഒരു കുറവ് വെച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ വേട്ടയാണ് നടക്കുന്നത്. ഇത് ലഹരി വേട്ടയുടെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത് ആകെ. ഏതാണ്ട് 10-600 കിലോമീറ്റർ മാത്രം നീളവും ശരാശരി 50 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഈ കൊച്ചു കേരളത്തിൽ 10-25,000 കോടി രൂപയുടെ മയക്കുമരുന്നിന്റെ വിപണനം നടന്നു അല്ലെങ്കിൽ വിതരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ചിന്തിക്കണം. അപ്പോൾ ഇത്രത്തോളം പുതിയ തലമുറയെ നശിപ്പിക്കാനും ഒരു സമൂഹത്തെ മുഴുവൻ നാമാവശേഷമാക്കാനും കഴിയുന്ന ഒരു നിലപാട്, അതിനെതിരെ കൈകോർത്ത് പിടിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഇന്ന് പിടിക്കുന്ന യുവാക്കളൊക്കെ മിക്കവാറും വലിയൊരു ദുരവസ്ഥയിലാണ്. ഒരു കേസിൽപ്പെട്ട് ഞാൻ ഒരു ദിവസം ജയിലിലുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ വിസിറ്റേഴ്സായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരാളെ കണ്ട് മടങ്ങാനേ പറ്റും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ദിവസം ഞാൻ കറങ്ങി നടന്ന് ചുറ്റും കണ്ടു. ഒരു 18-നും ഒരു 20-22 വയസ്സ് 24 വയസ്സിനും ഇടയിലുള്ള കുട്ടികളടക്കം ചെറുപ്പക്കാർ വിചാരണ തടവുകാരായി അവിടെ നിരന്നു നിൽക്കുന്നു എന്നതാണ് ഞാൻ കണ്ട ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർ പലരും വളരെ മോശമായാണ് സംസാരിക്കുന്നത്. അവരൊക്കെ പക്ക ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും MDMA കേസ് അല്ലെങ്കിൽ അതുപോലുള്ള കേസുകളിൽ പിടിക്കപ്പെട്ടവരാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സഖ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്ന മുഴുവൻ ആൾക്കാരോട് പറയാനുള്ളത്, ഇത്തരത്തിൽ കുറേ എണ്ണം ഉണ്ട്. അവർ തെറ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ, അവരിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ഈ സമൂഹത്തെ നാശമാക്കാൻ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അവരാരായിരുന്നാലും അവർ പിന്നീട് അത്തരത്തിൽ ഒരു മേഖലയിലേക്ക് കടന്നു വരാത്ത വിധം ട്രീറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ നില വളരെ വളരെ മോശമായിരിക്കും. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ലഹരി വേട്ട അതൊരു മാതൃകാപരമായ ഒന്ന് തന്നെയാണ്. എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായി പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വൻ സ്രാവുകളിലേക്കും കൂടി ഒന്ന് നോക്കണം. വൻ സ്രാവുകളെ പൊക്കിയാൽ ഒരു പക്ഷേ ഇവിടെ ചിലരുടെ സാമ്രാജ്യമൊക്കെ തകർന്നു വീഴുമെന്നറിയാം. പക്ഷേ ഈ നടപടികൾ എടുക്കുന്നത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ 17-ന് വിളിച്ചു കൂട്ടിയിട്ടുള്ള സർവകക്ഷി സമ്മേളനവും മതമേലധ്യക്ഷന്മാരുടെ ആ കൂട്ടായ്മയും എല്ലാം കൂടെ ചേർത്ത് അത് കാര്യമായിട്ട് തന്നെയാണ് കൂട്ടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വൻ സ്രാവുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കരുത് എന്നാണ് പ്രിയ പിണറായി സഖാവിനോട് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.